Part 2. Energy of a capacitor. The energy of a capacitor is W is equal to half CV square and it is equal to half Q square by C. Now the proof. Let the negatively charged plate be at a reference potential of 0 volt. നമ്മൾ നേരത്തെ പറഞ്ഞു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നേരത്തെ കൺസിഡർ ചെയ്ത പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ തന്നെ അതിൽ പ്ലേറ്റ് എ പ്ലേറ്റ് ബി ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. ഇനി പ്ലേറ്റ് ബി അതിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ആൻഡ് പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് അതായത് പ്ലേറ്റ് എ അതിനാണ് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തത്. അതിൻ്റെ വോൾട്ടേജ് വി. ദ എനർജി ഓഫ് എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. W is equal to 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ വി ഇൻറ്റു സിഗ്മ ഡി എ. വി ഡി ക്യു ആണ്. ഡി ക്യുവിന് നമ്മൾ സിഗ്മ ഇൻറ്റു ഡി എ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. therefore W is equal to എന്ത് എഴുതാം? ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ വി ഇൻറ്റു സിഗ്മ ഡി എ. ഈ സിഗ്മ ഡി എ ഈ ഇൻ്റഗ്രലിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് സർഫസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും അടുത്തത് സർഫസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും. സർഫസ് ബി എന്ന് പറയുന്നത് 0 പൊട്ടൻഷ്യലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സർഫസ് ബി ഈസ് അറ്റ് 0 പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഭാഗം 0 ആണ്. 0 വി വെച്ചിട്ട് പോകുമ്പോൾ അടുത്ത സെക്കൻഡ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. 1/2 വി ഇൻറ്റു സിഗ്മ ഡി എ. സിഗ്മ ഡി എനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ക്യൂ ഹാഫ് ക്യൂ വി എന്ന് കിട്ടും. ഇനി ക്യൂവിന് പകരം സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അപ്പോൾ W is equal to എന്ത് എഴുതാം? W is equal to half V into CV is equal to half CV square. W is equal to half CV square is the energy of a capacitor. ഇത് പ്രൂഫ് 1 ആണ്. ഇനി രണ്ടാമത് വേറൊരു പ്രൂഫും കൂടി ഉണ്ട്. ഫോർ എ കപ്പാസിറ്റർ ദ റേഷ്യോ ഓഫ് ചാർജ് സ്റ്റോർഡ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് Q by V is a constant and the constant is called capacitance C. C equal to Q divided by V. Let dW be the work done. ഒരു ചെറിയ വർക്ക് സ്മോൾ വർക്ക് ഡൺ ആണ് dW എന്ന് കൺസിഡർ ചെയ്യുക. Let dW be the small work done in bringing a charge dq amount of charge to the plate which is at a potential of V volt. അതായത് ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് 0 വോൾട്ട്. എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ചാർജ് വർക്കാണ് dW. then dW is equal to V dq but V is equal to Q by C. ഇവിടെ Q by C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ dW is equal to V dq ആണ്. വിക്ക് പകരം നമ്മൾ Q by C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. dW is equal to Q by C dq. ഇക്വേഷനിൽ ക്യൂ ഒരു വേരിയബിൾ ആണ്. ഡി ക്യൂ ഉള്ളതുകൊണ്ട് ക്യൂ ഈസ് എ വേരിയബിൾ എന്ന് നമുക്കറിയാം. ദ നെറ്റ് വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ പ്ലേറ്റ് ഫ്രം 0 to Q. 0 ചാർജിൽ നിന്ന് Q ചാർജിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ട ടോട്ടൽ വർക്ക് കാണാൻ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയില്ലേ? ഇൻ്റഗ്രൽ 0 to Q dW is equal to ഇൻ്റഗ്രൽ 0 to Q by C dq. Q square by 2 വരും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് Q square by C. ഇനി വീണ്ടും നമ്മൾ Q is equal to CV. ഇവിടെ Q is equal to CV ഇല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായാലും C square W is equal to half CV square. നേരത്തെ കിട്ടിയ ആൻസർ തന്നെ വീണ്ടും കിട്ടി. അതാണ് രണ്ട് തരത്തിലും V square. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൻ്റെ കേസ് ഒന്ന് നമുക്ക് നോക്കാം. എനർജി ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി പെർ യൂണിറ്റ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഏരിയ എയും ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? therefore the energy density is equal to half Q square by C നേരത്തെ ഉണ്ട് divided by volume divided by A into D. but Q is equal to sigma into A and C is equal to epsilon 0 A by D.
നമ്മൾ നേരത്തെ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ്. അത് രണ്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to sigma A and C is equal to epsilon 0 A by D. അപ്പോൾ W by volume, energy density അല്ലേ, 1/2 sigma square A square by സിക്ക് പകരം എപ്സിലോൺ 0 A by D ഇൻറ്റു A ഇൻറ്റു D. D ക്യാൻസൽ ഈച്ച് അതർ, A സ്ക്വയർ മുകളിൽ ക്യാൻസലായിപ്പോയി. അപ്പോൾ ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ 0. ഈ സിഗ്മ ബൈ എപ്സിലോൺ 0ന് നമ്മൾ എന്ന് കൊടുക്കാം. അപ്പോൾ ചാർജ് ഡെൻസിറ്റി എന്താ? therefore energy density in terms of electric field is equal to 1/2